ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫാമിലിയായിട്ട് അടിച്ചു വിളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇതാണ് ബബിൾ പ്ലാനറ്റ്. അൽസാദിയത്തിലാണ് ഇത് വരുന്നത്. ഇവിടെ വന്നാൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യാം, ഇവിടെയും കയറാം. പിന്നെ നമുക്കിവിടെ സാദിയത്ത് ബീച്ചും ഉണ്ട്, അവിടെയും പോയിട്ട് വരാം. അപ്പോൾ ബബിൾ പ്ലാനറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക കിഡ്സ് ആയിരിക്കും. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. ഇതിൻ്റെ എൻട്രൻസ് ഫീ വരുന്നത് 95 ദിർഹംസ് ആണ് അഡൽറ്റിന്. കിഡ്സ് ബിലോ 4 years ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ഇൻട്രാക്റ്റീവ് ഫ്ലോറാണ്. ഇതിൽ നമ്മൾ കാല് വെക്കുന്നതിനനുസരിച്ച് അതിലെ ആനിമൽസൊക്കെ മൂവ് ചെയ്യും. ആനിമൽസ് എന്ന് പറഞ്ഞാൽ ടട്ടിൽ, ഫിഷസ് അങ്ങനത്തെയൊക്കെയാണ്. നമ്മൾ ചവിട്ടുമ്പോൾ അവർ സ്പീഡിൽ ഓടിപ്പോകും. കണ്ടോ, ടട്ടിൽ ചെയ്ത് പോയത്. നിച്ചുവിന് ഇത് ഏറ്റവും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു, പക്ഷേ അവൾ പേടിച്ചിട്ട് താഴെ ഇറങ്ങിയില്ല. പണി പാളിയെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ നെക്സ്റ്റ് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഹാപ്പിയായി. കൂടുതലും കിഡ്സാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക. നെക്സ്റ്റ് റൂം ഇത് ബലൂൺസ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു റൂമാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല അഡൾട്ട്സും എൻജോയ് ചെയ്യുന്ന ഒരു റൂമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ലൈഫിൽ സ്ട്രെസ്സൊക്കെ മാറിക്കിട്ടും കേട്ടോ. അത്രയ്ക്ക് ഫൺ ആൻഡ് എൻജോയബിൾ ആണ് ഇവിടുത്തെ ഓരോ റൂംസും. ടോട്ടൽ 10 റൂംസ് ഉണ്ട്. ഓരോ റൂമിലും 20 to 30 minutes നമുക്ക് നിൽക്കാൻ പറ്റും. എനിക്ക് അത് കൂടുതൽ നിൽക്കാം, അവർ സമ്മതിക്കും. ഇപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഇല്ലെങ്കിൽ. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഈ റൂമിൽ കയറിയപ്പോൾ തൊട്ട് നിച്ച് ഭയങ്കര ഹാപ്പിയാണ്. ബലൂണൊക്കെ തട്ടിക്കളിച്ച് ക്ഷീണിച്ച് അവശയായതിനു ശേഷം ഞങ്ങൾ അടുത്ത റൂമിലേക്ക് പോയി. അടുത്തൊരു ജെയിൻറ്റ് ബബിളുള്ള റൂമാണ്. ഈ ബബിളിൻ്റെ ഉള്ളിൽ ഒരുപാട് LCD സ്ക്രീന് വെച്ചിട്ട് അവർ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമുക്കിങ്ങനെ ആകാശത്ത് കിടന്നിങ്ങനെ കാഴ്ചകൾ കാണുന്ന പോലെ കാണാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിനുള്ളിൽ എക്കോ ഉണ്ട്. ഇതിൽ 4-5 ബെഡ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല റിലാക്സ്ഡാണ് കേട്ടോ. അവിടെ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ചൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ല മ്യൂസിക്കും ഉണ്ട് അവിടെ. ഓരോ റൂം കഴിയുമ്പോഴും നിച്ചുവിന് ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. ഞങ്ങൾക്ക് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുകയാണ് ഓരോ റൂമിലോട്ട് ഓടാൻ വേണ്ടിയിട്ട്.
ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി തീംസ് ഒക്കെ അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫൺ ആൻഡ് എൻജോയ്മെന്റ് തന്നൊരു റൂമാണ് ഈ ബോൾസ് കൊണ്ടുള്ള റൂം. അപ്പോൾ ഈ റൂമിൽ നിറച്ച് ലൈറ്റിങ്സ് കൊണ്ടുള്ള പരിപാടി. നമുക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഏതാ വഴിയെന്ന് അറിയില്ല, ഒരു ഊഹം വെച്ചാണ് നമ്മൾ നടന്നു പോകുന്നത്. പക്ഷെ നിച്ചുവിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതാണ് അവളെൻ്റെ മേത്ത് കയറിയിരിക്കുന്നത്. ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേഗം ഇവിടുന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഇതാണ് VR എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. നമുക്ക് 15 ദിർഹംസ് കൊടുക്കുകയാണെങ്കിൽ VR എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. പക്ഷെ നിച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ അവിടെ കയറിയില്ല. അപ്പോൾ നമ്മൾ റൂംസ് എല്ലാം ഫിനിഷ് ചെയ്ത് ഔട്ട്സൈഡിലേക്ക് വന്നു. ഔട്ട്സൈഡിലേക്ക് വന്നിട്ടാണെങ്കിൽ ഇവിടെയും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ പൂൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതവിടെ നമുക്ക് കുട്ടികൾക്ക് അവിടെ ഇറക്കി വിടാം. അതിനിങ്ങനെ ടൈം ലിമിറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഓരോ ബെഞ്ചും ഇതും ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ക്രയോൺസും കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കി LCD സ്ക്രീൻ നോക്കി കുട്ടികൾക്ക് അത് ഡ്രോ ചെയ്തിട്ട് അവിടെ ഒരു പോസ്റ്റ് ഉണ്ടല്ലേ അവിടെ കൊണ്ടിടാം. ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ ചവിട്ടുന്നതിനനുസരിച്ച് ഈ ബബിൾ ഇങ്ങനെ വീർത്ത് അതിങ്ങനെ ബ്ലാസ്റ്റ് ആവും.
പിന്നെ ഇതേ ആ കാണുന്ന അതിലൂടെ ഊരിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബബിൾസ് LCD സ്ക്രീനിൽ കൂടി ഇങ്ങനെ പോകും. ഇതൊക്കെയൊക്കെ ഓരോ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ടുണ്ടോ, ഇതൊക്കെ കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. അങ്ങനെ നല്ലൊരു ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ ടാറ്റ ബൈ ബൈ. ഇനി ബബിൾസ് പ്ലാനറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, കാരണം ഒരു 2 days കഴിഞ്ഞ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞേ. അപ്പോൾ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വന്നോളൂ കേട്ടോ.